ഈ കേട്ടതായിരുന്നു സത്യമെങ്കിൽ എല്ലാം അറിഞ്ഞുണ്ട് അമ്മ എന്തിനാ എന്നെ ആശിപ്പിച്ചത്? ഞങ്ങളുടെ ബന്ധം വളരാൻ കൂട്ടുനിന്നത്. ലിസ കൂടി അത് വിശ്വസിക്കാണോ? അരുത് ലിസേ, ആന്റോനെ അങ്ങനെ കാണരുത്. ദൈവം പൊറുക്കൂല. എന്റെ അമ്മ പെറ്റതല്ലെന്നേ ഉള്ളൂ. ആങ്ങളും പെങ്ങളുമായിട്ടാ ഞങ്ങ വളർന്നേ. കല്യാണം ഉറപ്പിച്ചേക്കണ പെണ്ണാണ്. കണ്ടവന്റെ കൂടെ തെണ്ടാൻ പോയേക്കണ്. മോളായിട്ട് ഒന്നേ ഉള്ളൊന്നും ഞാൻ കണക്കാക്കിയല്ല. ഇനി നീ പണിക്ക് പുറത്തിറങ്ങ, അപ്പൊ കാണാം. അച്ഛനെത്ര തടഞ്ഞാലും ശരി, ഏകുവേട്ടനല്ലാണ്ട് വേറെ ആൾ എന്നെ കേട്ടുകയല്ല. ഞാനതിന് സമ്മതിക്കൂല. നിങ്ങ ഇപ്പൊ ഇതിനെ കൊല്ലുവല്ല. വിവരം പറഞ്ഞ് ബോധ്യപ്പെടുത്താണ്ട് തല്ലാനും കൊല്ലാനും നിന്നാൽ എങ്ങനെയാണ്? എടി അമ്മു, നീ ആത്താട്ട് പോ. ഇവൻ ഒരുത്തൻ കാരണമാണ് അച്ഛാ, അല്ലെങ്കിൽ ആ തെണ്ടി ഈ പടി കടന്ന് വരുവായിരുന്ന. ഞാനെന്ത് ചെയ്തെന്നാണ് കേച്ചു നീ പറയണത്? നിന്റെ ചങ്ങാതിയല്ലേ രഘു, നിന്നെ കാണാനെന്നും പറഞ്ഞ് വന്നല്ലേ ഇവളവന്റെ വലയിൽ വീണത്. ഈ കുടുംബത്തോട് എന്തെങ്കിലും ഒരു കൂറുണ്ടായിരുന്നെങ്കിൽ നീ ഇതിന് കൂട്ട് നിൽക്കുവാ. വിവരം അറിഞ്ഞപ്പോ ഞാൻ ഇവളെ വിളിച്ച് ഗുണദോഷമെന്ന് ചോയിരെ. സംഗതി രഘു എന്റെ ചങ്ങാതിയാണ്. പക്ഷെ അവനെ പോലെ ഒരുത്തനല്ല ഇവളുടെ കൂടെ ചേരേണ്ടെന്ന് എനിക്കറിയാം. തന്തയാരാണെന്ന് അറിയാത്ത തെണ്ടി. അവൻ ആശിക്കാൻ ചാത്തുമറിക്കാന്റെ മോളെ മാത്രമേ കണ്ടല്ല, തല കാണുക അവന്റെ കഴുത്തേല്. നീ ചിരിക്കാൻ പറഞ്ഞതല്ല. അങ്ങേരും ഓക്കണ ആങ്ങളമാരും വെറി കൊണ്ട് നിൽക്കുകയാണ്. വേണ്ടാത്ത കൊല്ലാപ്പിന് പോകണ്ട രഘു, നീ അവളെ അങ്ങോട്ട് മറന്നുകളാ. വേറെ എത്ര പെണ്ണുങ്ങളുണ്ട് നിന്റെ കൈവട്ടത്ത്? എടാ, എല്ലാരെയും പോലാണ് അമ്മു. അവളെ എനിക്ക് വേണം. ആരൊക്കെ എതിർത്താലും ഞാൻ അവളെ വിളിച്ചിറക്കിക്കൊണ്ട് പോരും. ഈ കരക്കാരുടെ മുഴുവൻ മുമ്പിൽ വെച്ച് അവളെ പൊറിപ്പിക്കുകയും ചെയ്യും. ഞാനതിന് കൂട്ടു നിൽക്കുമെന്ന് കരുതണ്ട. നീ ഞാൻ എന്റെ ചങ്ങാതിയല്ലല്ല, ചാതി മറിക്കാന്റെ വാലാട്ടിപ്പറ്റിയല്ലേ? അതേടാ, രണ്ടാനപ്പന്റെ ചവിട്ടുമ്പോഴും സഹിക്കാൻ കഴിയാണ്ട് കടപ്പുറത്തോടെ തെണ്ടി കിടന്ന് എന്നെ വിളിച്ച് ചോറ് തന്നവരവര്. മരിക്കണവരെ ഞാനാ കുറി മറക്കൂല. അമ്മൂനെ, ആങ്ങളമാര് 2 അല്ല 3 പേടിപ്പിക്കാനാ എങ്കിൽ പൊന്നാങ്ങളെ കേട്ടോ. ചാത്ത് മറിക്കാന്റെ മോള് നാളെ അന്തി പുലരുമ്പം ഈ രഘുവിന്റെ പോലുണ്ടാവും. തടയാൻ വന്നാലേ ആരാണെന്നൊന്നും ഞാൻ നോക്കുകയല്ല. എന്താടി അവരെല്ലാരും കൂടെ അവന്മാരെങ്ങനെ? ഞാൻ പറഞ്ഞാൽ നീ പോലും കേൾക്കൂലല്ല. എങ്ങനെ രക്ഷപ്പെട്ടോട്ടെന്ന് കരുതാ? അവരാരൊക്കെയുണ്ട്?
കേശുവേട്ടനും പിന്നെ എന്താടാ ഈ നടുപ്പാതിരിക്ക്? അമ്മൂനെ രഘു വിളിച്ചിറക്കിക്കൊണ്ട് പോന്നു. വിവരം അറിഞ്ഞ് ഞങ്ങൾ ചെന്ന് തടഞ്ഞപ്പോ ഒരു കശപിശ ഉണ്ടായി. കേശുവിനവൻ കുത്തി. ഈശോ, എന്നിട്ട് പിടി തരാണ്ട് രഘു ഇരുട്ടിലാട്ട് മുങ്ങി. അമ്മൂനെ കാണാനില്ല. നീ വന്നേ, രാത്രി തന്നെ നമുക്ക് രണ്ടിനെ തപ്പണം. കേശു മരിച്ചു. കേശുവിന്റെ ചോരയ്ക്ക് നമുക്ക് പകരം ചോദിക്കണടാ. നീ വന്നേ. നിങ്ങൾ നടന്നോ, ഞാൻ വന്നേക്കാം. ആ കേട്ടാടി, നിന്റെ ആങ്ങളെയാണ് കുത്തുകൊണ്ടി കത്തത്. തൃപ്തിയായ? ഇറങ്ങ്, ചെന്ന് അച്ഛന്റെ കാലിലുണ്ട് ക്ഷമ പറയും. ഞാൻ പോവില്ല. പോകാണ്ട് രഘുവേട്ടൻ വരും. അതുവരെ എന്നെ അവർക്ക് വിട്ടുകൊടുക്കരുത്. അപ്പൊ ഇനി നിനക്ക് മതിയായിട്ടില്ല. എനിക്ക് വേറെ ആരുമില്ല സഹായം. രഘുവേട്ടൻ വരണവര് അമ്മു, നീ എന്നെ ഉപേക്ഷിക്കരുത്. ഞാൻ ചത്തുകളയും. കൊച്ചുനാളിൽ തൊട്ട് അറിയുന്നത് എനിക്ക് അമ്മൂനെ. ചത്തുകളെന്ന് പറഞ്ഞ അവളെ ചെയ്തുകളെ. അവളെ കൈയൊഴിയാൻ എനിക്ക് മനസ്സ് വന്നില്ല ആശാന്. അവൾ എൻ്റെ അടുത്താണെന്ന് അറിഞ്ഞപ്പോ വീട്ടുകാരും നാട്ടുകാരും എനിക്കെതിരായി. അമ്മൂനെ കൊണ്ട് നാട് വിടാണ്ട് വേറെ വഴിയില്ലാണ്ടായി. ഇവിടെ വന്നു കൂടുമ്പോ സത്യം മുഴുവൻ പറയാൻ പറ്റുക. പറഞ്ഞില്ല. ആങ്ങളെയും പെങ്ങളുമാണെന്ന് പറഞ്ഞു. പറഞ്ഞത് നുണയാണെങ്കിലും നേരായിരുന്നു. ഒരു പെങ്ങളുടെ സ്നേഹം ഞാൻ അറിഞ്ഞത് അവക്കടടുത്തു നിന്നാണ്. അവളെന്റെ പെങ്ങളാണ്. ആശാൻ വിശ്വസിക്കണം. സത്യം. ആൻഡോ, ഞാൻ പറഞ്ഞത് മനസ്സിലായി. ഒന്നും അല്ലാണ്ടിരുന്ന എനിക്കൊരു ജീവിതം ഉണ്ടാക്കി തന്ന ആശാനാണ്. ആശാന് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ ഒരുക്കാണ്. ലിസയ്ക്കൊരു നല്ല ഭാവി വരണത് എനിക്ക് സന്തോഷം. അമ്മൂന് വേണ്ടി കുടിയും കരയും വിട്ടവന. ഇനി ലിസയ്ക്ക് വേണ്ടി ഞാൻ ഈ കരവിട്ട് പോയിക്കൊള്ളാം. എന്തൊക്കെയാ ആൻഡോ നീ പറയണേ? ഈ കാലയിൽ തൊട്ട് ഞാൻ തട്ടേല് കരുത് വച്ചിറങ്ങുമ്പോഴും മോനെ, നിന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടപ്പോ സഹിച്ചില്ല. ഒരപ്പന്റെ ചങ്കല്ലടാ, പതറിപ്പോയി. ലിസയുടെ മനസ്സിൽ നിന്നെ പറിച്ചു നീക്കണത് ദൈവം സഹിക്കല. നീ എന്നോട് ക്ഷമീര്. ഒരുപാട് സ്ഥലത്ത് രഘുവേട്ടനെ അന്വേഷിച്ചു പോയി. ഒരു വിവരവും കിട്ടിയില്ല. പാവം എൻ്റെ. എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് കാത്തിരുന്ന് രഘുവേട്ടൻ വന്നപ്പോ ഒടുക്കം ചീത്തപ്പേരും ഒക്കെ ഞാൻ കാരണമാ.